നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഞാൻ ഇന്നൊരു പ്രേതകഥ തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ അല്ലെങ്കിൽ പശ്ചാത്തലം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എവിടെയാണെന്ന്. ഇതിപ്പോൾ ഞാൻ കാഞ്ചീപുരം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ കാഞ്ചീപുരം എന്ന് പറയുന്ന സ്ഥലത്തൊരു പൂജയ്ക്കായിട്ട് വന്നതാണ്. ഇവിടെ നിന്നും വിജയവാഡ വഴി ഛത്തീസ്ഗഡിലേക്ക് പോകുന്ന ഒരു യാത്രയിലാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അതൊരു പ്രേതകഥ തന്നെയാണ്. അതിനാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അതായത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് പ്രേതങ്ങളെ കുറിച്ചാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറിലേക്ക് വിളിച്ചല്ലോ. ഒന്നെൻ്റെ ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. പ്രേതകഥകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഏറ്റവും അധികം വീഡിയോകൾ പ്രേതകഥകളെ കുറിച്ചാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നതും അതിന് തന്നെയാണ്. പലർക്കും വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു നമ്മുടെ സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നതിനേക്കാൾ ഏറെ ആൾക്കാർ കാണുന്നത് ഈ പ്രേതകഥകൾ തന്നെയാണ്. പ്രേതകഥകൾ കാണാൻ അത് പേടിയുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പലരും പേടിച്ചും വിറച്ചും കൂടെ ആളിനെ ഇരുത്തിയും അല്ലെങ്കിൽ ഒരു ഷീറ്റ് എടുത്ത് തലവഴിയും കൂടി കണ്ണു മാത്രം പുറത്ത് കാണിച്ചു കൊണ്ടുമൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെന്ന് പറയാറുണ്ട്. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാരും ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിനകത്ത് പേടി ഉണ്ടായിരുന്നത് മാറിപ്പോയെന്നും പറയുന്നവരുണ്ട്. അപ്പം എന്തായാലും പ്രേതകഥകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മളോടൊപ്പം എപ്പോഴും പ്രേതങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഞാൻ ഇന്നത്തെ പറയുന്നുണ്ട്. ഇന്നത്തെ പ്രേതകഥ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിനുണ്ടായിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു വീട്ടുകാർ ഒരു ഭാഗത്ത് കുറച്ച് ഭൂമി വാങ്ങിച്ചു. അവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു. ആ വീടൊക്കെ തട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ട് ഒരു പുതിയ വീട് വെച്ച് താമസമാക്കി. അപ്പോൾ ഈ വീട് താമസമാക്കുമ്പോൾ ഈ വീടിൻ്റെ ഒരു ചുറ്റുപാടിനെ കുറിച്ച് പറയണം. ഇതൊരു ഒരുപാട് നാൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണ്. ഒരു പണയെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് വയലായിരുന്നു. അത് പിന്നെ നികത്തി എടുത്തതാണ്. ആ വയൽ കഴിഞ്ഞിട്ട് ഒരാൾ പൊക്കത്തിന് വരുന്ന ഒരു ഉയരത്തിലാണ് ഈ ഒരു വീട്. അപ്പോൾ ഈ വീട് ഇരിക്കുന്ന ഒരു 12 സെന്റ് ഓളം വരുന്ന ഭാഗം മാത്രമാണ് അത് അങ്ങനെ വരുന്നത്. അതിനുശേഷം പുറകിലോട്ട് പോകുമ്പോൾ പിന്നെ ഒരു 1-2 ആൾ പൊക്കത്തിന് മറ്റൊരു ഭൂമിയുടെ പുറത്താണ് വേറൊരു വീട് ഇരിക്കുന്നത്. പിന്നെ 2 വീട്, 2 തട്ടിലായിട്ട് 2 വീട്. അപ്പോൾ ഈ താഴെ ഇരുന്ന വീടിനെ ഈ ഭൂമി വാങ്ങിച്ചതിന് ശേഷം അവർ ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് പുതിയൊരു വീട് വെച്ചു. മുകളിലത്തെ വീട് അതിൻ്റെ ഭൂമിയുടെ ഉടയനല്ല അവിടെ താമസിക്കുന്നത്, വാടകയ്ക്കാണ് ആളെ താമസിക്കുന്നത്. അപ്പോൾ ഈ വീട് ഇവർ താഴെ വീടൊക്കെ വെച്ചതിന് ശേഷം അവിടെ ആ 3 മക്കളും അച്ഛനും അമ്മയുമാണ് താമസം. അപ്പോൾ ഇവർ താമസമാക്കി ഒരു മാസത്തോളമായി ഒന്ന് തോന്നുന്നു. ഒരു ദിവസം രാത്രി ഇവരെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ മുകളിലത്തെ വീടെന്ന് പറഞ്ഞാൽ ഈ 2 വീടിൻ്റെയും ഇടത് ഭാഗത്തുകൂടി നമ്മൾ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ഇടത് ഭാഗത്തുകൂടി ഒരു മൺ റോഡ് കയറ്റം ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അവിടെ നിന്നും നേരെ ഈ വീട്ടിലേക്ക് കയറുന്ന വഴികളാണ്. അപ്പോൾ ഈ 2 വീടും ഈ റോഡും തമ്മിൽ കുറച്ച് അകലമുണ്ട്. കുറച്ച് ഉള്ളിലോട്ടാണ് ഈ 2 വീടും ഇരിക്കുന്നത്. അപ്പം മുകളിലത്തെ വീട്ടിൽ ഈ വഴി കയറി വരുന്നതിൻ്റെ അവിടെ കുറച്ച് ചെടികളും ചെമ്പരത്തിയും തെറ്റിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവർ രാത്രി കിടക്കുമ്പോൾ മുകളിലത്തെ വീട്ടിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഒരു കരച്ചിൽ, ആരോ കരയുന്നതായിട്ടും എന്തൊക്കെയോ വിഷമിച്ച് പറയുന്നതായിട്ടും ഒക്കെ ഒരു കരച്ചിലേക്കുന്നു. അപ്പോൾ ഇവർക്ക് ഒരു ഉറങ്ങിക്കിടന്നവർ ഉറക്കത്തിലാണ് ഇത് കേട്ടത്. അപ്പോൾ ഇവരെ കണ്ണു തുറന്ന് ഇത് കേൾക്കുമ്പോൾ മുകളിൽ അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു ഇത് കേട്ടപ്പോൾ ഒരു പേടി തോന്നി. ഇത് മറ്റെന്തെങ്കിലും വിധത്തിലുള്ളതാണോ അതോ ഇനി വീട്ടുകാരുടെയാണോ? വീട്ടുകാരാണെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കണമല്ലോ എന്ന് തോന്നി. പക്ഷേ എല്ലാവർക്കും പേടിയായതുകൊണ്ട് ആരും പുറത്തിറങ്ങിയില്ല. അടുത്ത ദിവസം രാവിലെ ആ മുകളിലത്തെ വീട്ടുകാരോട് ചോദിച്ചു, ഇങ്ങനെ ആരാണ് പുറത്ത് നിന്ന് കരഞ്ഞതെന്ന് ചോദിച്ചോ. അവർ പറഞ്ഞ് ഇല്ല, ഞങ്ങളാരും പുറത്തിറങ്ങിയിട്ടില്ല, കരഞ്ഞിട്ടുമില്ല. അപ്പം ഇവർ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങളത് കേട്ടു ആരും ഒന്ന് കരയുന്നതായിട്ട്. അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ കേട്ടിട്ടുമില്ല, ഞങ്ങളാരും പുറത്തിറങ്ങി കരഞ്ഞിട്ടുമില്ല, അവരില്ല എന്ന് പറയുന്നുണ്ട്. ഇതുകൂടി കേട്ടപ്പോൾ താഴത്തെ വീട്ടുകാർക്ക് പേടി കുറേശ്ശെ അരിച്ചു കയറി തുടങ്ങി. പിന്നെ എന്താണ് ഇത് സംഭവം? അടുത്ത ദിവസം വീണ്ടും ഇതേ കണക്ക് കരച്ചിൽ കേൾക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു. ഈ കേൾക്കുന്ന ദിവസങ്ങളെല്ലാം ഈ താഴത്തെ വീട്ടുകാർ മുകളിലത്തെ വീട്ടുകാർ പറയുന്നുണ്ട്, ചേച്ചി ഇന്നലെയും ഞാൻ അവിടെ നിങ്ങളുടെ ആ മുറ്റത്ത് കരച്ചിൽ. അപ്പോൾ ഇവർ ശ്രദ്ധിക്കുമ്പോൾ മുറ്റത്ത് നിന്നുമാണ് കരച്ചിൽ കേൾക്കുന്നത്. അത് ഈ ചെമ്പരത്തിയും തെറ്റിയൊക്കെ നിൽക്കുന്ന ഭാഗത്ത് നിന്നുമാണ് ഈ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ അവരോട് പറയുന്നു. പക്ഷെ മുകളിലത്തെ വീട്ടുകാർക്ക് അത്ഭുതമായി പോയി. അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുന്നില്ല. അതായത് ആരെങ്കിലും കരയുന്നതായിട്ടോ നടക്കുന്നതായിട്ടോ ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഈ വീട്ടുകാർക്ക് ദിവസങ്ങൾ ചെല്ലും തോറും ഇത് ആദ്യം ഒരാളുടെ കരച്ചിലായിരുന്നു, പിന്നെ അതൊരു
കൂട്ടക്കരച്ചിൽ പോലെ ഒരു 3-4 പേര് കൂടിയിരുന്ന് കരയുന്നു. അവരെന്തൊക്കെയോ പറയുന്നു, ഒപ്പാരിയിടുന്നു വെച്ചാൽ എന്തൊക്കെയോ വിഷമങ്ങൾ പറഞ്ഞ് പരസ്പരം കരയുന്ന ഒരു ശബ്ദമാണ് ഇങ്ങനെ ഇവർ കേൾക്കുന്നത്. ഒരു 4-5 ദിവസമൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദിവസവും ഇത് കേൾക്കുന്നില്ല, 2-3 ദിവസം കൂടുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. പിന്നീട് ഈ വീട്ടുകാർക്ക് ഉറക്കമില്ലാതെ, അപ്പം മുകളിലത്തെ വീട്ടുകാർ അറിയുന്നില്ല, കേൾക്കുന്നില്ല എന്നപ്പോൾ ഇവർക്കൊരു സംശയം, ഇതെന്താണ്, ഇതെന്തെങ്കിലും പ്രേതമാണോ ഭൂതമാണോ എന്നൊക്കെ സംശയമായിട്ട് ഇവരൊരു ദിവസം ഇതേ കണക്ക് ശബ്ദം കേൾക്കുമ്പോൾ ഈ ജനൽ, ആ ഭാഗത്തേക്ക് ഒരു ജനലുണ്ട്, ആ ജനൽ തുറന്നിട്ട് ഇവർ നോക്കുമ്പോൾ ഈ തെറ്റിയുടെയും ചെമ്പരത്തിയുടെ മുട്ടിൽ 4-5 പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇരുന്നവരിങ്ങനെ കരയുകയാണ്. അപ്പം മനുഷ്യനാണ്, പക്ഷെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ ഒന്ന് നിലാവുള്ളൊരു ദിവസമാണ്. ഈ നിലാവിൻ്റെ വെട്ടത്തിൽ ഈ ഇരുട്ടത്തിരിക്കുന്ന ആൾക്കാർ ഒരു ഭാഗത്ത് നിഴലടിക്കുമ്പോൾ കാണുന്ന വിധത്തിലൊക്കെ ഇവരിങ്ങനെ കാണുന്നുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്, 4-5 പേരുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അവരിരുന്നിട്ട് പരസ്പരം എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പരിതപിക്കുന്നു, കരയുന്നു ഒക്കെ ഉണ്ട്. ഇവരിങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ ശരിക്കും ഇവർക്ക് പേടിയെന്ന് വെച്ചാൽ ഇവർ വെട്ടി വേർത്തു ആഹപ്പാടാ. പെട്ടെന്ന് ജനൽ അടച്ചു. അന്ന് ഉറങ്ങിയില്ല. അടുത്ത ദിവസം രാവിലെ മുകളിലത്തെ വീട്ടുകാരെ വിളിച്ചിട്ട് ഇവർ ഈ കാര്യം പറഞ്ഞു. അപ്പം അവർക്ക് വലിയ ധൈര്യമാണ്. കാര്യം അവരിത് കാണുന്നില്ല, കേൾക്കുന്നില്ല, അവർക്ക് ഇതിൻ്റെ ഒന്നും അനുഭവപ്പെടുന്നില്ല. അപ്പം ഈ വീട്ടുകാരെന്ന് പറഞ്ഞ ചേച്ചി അവിടെ എന്തോ പ്രേതങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഒന്നും അവർക്ക് ഉണ്ടാകാത്തതുകൊണ്ട് അവർ ധൈര്യപൂർവ്വം അങ്ങനെ ഇരിക്കുകയാണ്. അവരിതൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ വിശ്വസിക്കുന്നില്ല എന്നല്ല, അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് അവരത് വിശ്വസിക്കാത്തത്. വീണ്ടും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേണൊക്കെ കരച്ചിലും പുളിയായി. അന്നും ഇവര് ഈ 3 കുട്ടികളും ഈ അച്ഛനും അമ്മയും കൂടെ പതുക്കെ ജനല തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് കരഞ്ഞുകൊണ്ടിരുന്നവര് പെട്ടെന്ന് കരച്ചിൽ നിർത്തിയിട്ട്, ഇവർ ജനല തുറന്നതിന് ശേഷം പെട്ടെന്ന് കരച്ചിൽ നിർത്തിയിട്ട് അവരിങ്ങനെ ഈ ഇവരുടെ വീട്ടിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കയ്യെത്തി ഇങ്ങനെ ദേഷ്യത്തിൽ ഇവരെ പിടിക്കാൻ പോകുമ്പോൾ, വളരെ ഇച്ചിരി ദൂരെയാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഇങ്ങനെ ഇവരെ കരച്ചിൽ അവർ കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ദേഷ്യത്തോടെ പിടിക്കാൻ പോകുന്നതായിട്ടും ഇവരെ ഇങ്ങനെ കൈ കാണിച്ച് കൊല്ലാൻ പോകുന്നതായിട്ടും ആകെ ഭയപ്പെടുത്തുന്ന രൂപങ്ങൾ ഈ പറഞ്ഞ കുട്ടികളും ഈ ചെറുപ്പക്കാരും വയസ്സായവരും എല്ലാവരും കൂടി ഇങ്ങനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇവർ കാണുകയാണ്. ഇവരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പോകും. പക്ഷെ ആ ഭൂമി വിട്ട് ആ തെറ്റിയും ആ ഒരു ചെമ്പരത്തിയൊക്കെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗം വിട്ടിട്ട് ഇവർ ഇങ്ങോട്ട് വരുന്നില്ല. ഇവർ കുറച്ച് 2 അടി നടക്കുന്നു, ഇങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഇവർ കാണുന്നുണ്ട്. പേടിച്ച് ഇവർ പെട്ടെന്ന് ജനലം അടച്ചു. അടുത്ത ദിവസം ഇവർ വീണ്ടും ഇതേ കണക്ക് ഈ വീട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർക്കും ഒരു സംശയമായി, എന്തോ അവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവർക്ക് അതേ മുകളിലത്തെ വീട്ടുകാർക്ക് അവർക്ക് ഇത് അനുഭവപ്പെടുന്നതേ ഇല്ല. അപ്പം 2 പേരും കൂടെ സംസാരിച്ചു. തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചപ്പോഴത്തേക്കാണ് അവിടെ ഒരു അറിയുന്നത്, കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങളായി മുമ്പ് ഈ താഴെ ഒരു പഴയ വീടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. ആ വീട്ടിൽ ഒരു പാർട്ടിക്കാർ താമസിച്ചിരുന്നു. മുകളിലും 2 പേരുടെ സ്വന്തം വസ്തുവായിരുന്നു. 2 പേരും അവിടെ താമസിച്ചിരുന്നു. അങ്ങനെ ഈ വീട്ടുകാർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അവിടുത്തെ സ്ത്രീയും ഇവിടുത്തെ പുരുഷനുമായിട്ടൊക്കെ, അത് ഇവിടുത്തെ സ്ത്രീ അവിടുത്തെ പുരുഷൻ എന്താണെന്ന് അറിയില്ല, എന്തൊക്കെയോ പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായി. ആദ്യം ഈ മുകളിൽ താമസിച്ചിരുന്ന 2 പേര് ആത്മഹത്യ ചെയ്തു. പിന്നീട് കുട്ടികൾ ആരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ അവിടെ കൂട്ടാത്മഹത്യ, ആ വീട്ടിലുള്ള സകല പേരും മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം അവരുടെ ബന്ധുക്കളൊക്കെ വന്നിട്ട് ഈ വീട് വിറ്റു, ഈ വീടും വിറ്റു. അപ്പോൾ മുകളിലത്തത് ഇപ്പോൾ വാങ്ങിച്ച് താമസിക്കുന്നത് വാടകക്കാരാണ് താമസിക്കുന്നത്. അത് വാങ്ങിച്ചത് വേറെ എവിടെ ഉള്ളവരാണ് വന്ന് വാങ്ങിച്ചത്. താഴത്തെ വീടും 1-2 പേര് വാങ്ങിച്ച് വിറ്റതാണ്. ഇപ്പം ഈ വീട്ടുകാർ വാങ്ങിച്ചിട്ട് പഴയ വീടെല്ലാം ഇടിച്ചിട്ട് അവിടെ ഈ പുതിയ വീട് വെച്ച് ഇവർ താമസമാക്കിയത്. അപ്പം അവിടെ സംഭവിച്ചു പോയത്, ഈ 2 വീട്ടുകാരും ശത്രുക്കളായി തീരുകയും ഈ താഴത്തെ വീട്ടുകാർ അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ കാരണമാണ് മുകളിലുള്ളവരെല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്നും അതിൻ്റെ ഒരു പക ഇപ്പോഴും, അതായത് ആ ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തി കിട്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഈ വീട്ടിൽ താമസിക്കുന്നവരോട് ആ പ്രേതങ്ങൾക്ക് ഒരു ദേഷ്യം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അവരെ കാണുന്ന വിധത്തിൽ അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. അത് ഞാൻ തന്നെയാണ് അത് പോയി, തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ സംഭവം. ഞാൻ തന്നെ പോയി പിന്നീട് അത് ഒഴിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പം എനിക്കിതൊരു അത്ഭുതമായിട്ട് ഈ സംഭവം തോന്നാൻ കാരണം, ഇങ്ങനെ ഒരു യാത്ര ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കാഞ്ചീപുരം, മദ്രാസിലത്തെ കാഞ്ചീപുരം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പൂജയെ ബന്ധപ്പെട്ട് വന്നതാണ്. അവിടെ നിന്നും പൂജ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നേരെ വിജയവാഡ വഴി നേരെ ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്. അവിടെയൊക്കെ പൂജകളാണ്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പഴയ സംഭവങ്ങൾ ഓർമ്മിച്ചിട്ട് ഈ ഒരു സംഭവ കഥ ഞാൻ അതിൻ്റെ ഒരു ഓൺലൈൻ ഞാൻ കുറിച്ച് വെച്ചിട്ട്
വണ്ടിയിൽ ഞാൻ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ മരുമകനാണ് വണ്ടി ഓട്ടിക്കുന്നത്. അപ്പം അവൻ എന്നോട് പറഞ്ഞു അവൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ക്രിസ്ത്യാനിയുണ്ട്, അയാളുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ നിന്നും ഇതേ കണക്ക് രാത്രിയാകുമ്പോൾ കരച്ചിലും ബഹളവും 2 പ്രേതത്തെ കാണുന്നു, അത് എന്താണെന്നൊന്ന് ചോദിക്കണേ എന്ന്, അതെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അതിൽ ഈ പറഞ്ഞ ഈ ഗൃഹനാഥന് മാത്രം കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഗൃഹനാഥന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അച്ഛതോ അവിടെ നിൽക്കുന്നത് ആ വെള്ള വസ്ത്രമാണ് അതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതേ കണക്കുള്ളൊരു സംഭവമാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നാൻ കാര്യം, ഞാൻ എൻ്റെ ഡയറിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി കുറിച്ച് വെച്ചിരിക്കുന്ന സംഭവം ഇതേ സംഭവമാണ്. ഇപ്പോൾ എൻ്റെ മരുമകൻ എന്നോട് വന്ന് പറഞ്ഞതും ഇതേ സംഭവം തന്നെയാണ്. അപ്പോൾ ഞാനിത് പറയാൻ ആഗ്രഹിച്ചപ്പോൾ ഇങ്ങനെ തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിനിപ്പം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ മരുമകൻ വന്ന് പറഞ്ഞ കാര്യം, അപ്പം ഇത് രണ്ടും കൂടി എന്തൊക്കെയോ ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രയിൽ എന്തായാലും ഞാനൊരു 10-15 ദിവസത്തെ യാത്രയിലാണ്. എപ്പിസോഡുകൾ എനിക്ക് ഷൂട്ട് ചെയ്യണം, അപ്പോൾ പോകുന്ന വഴിക്ക് ഷൂട്ട് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഞാൻ എഴുതി വെച്ചതാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതുമായിട്ടൊക്കെ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മൾ ഈ പ്രേതങ്ങളില്ല എന്ന് എതിർത്താലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. പ്രേതങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാനേ നമുക്ക് പറ്റില്ല. കാരണം മനുഷ്യനുണ്ടെങ്കിൽ പ്രേതങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവാണ് മോക്ഷപ്രാപ്തി കിട്ടാതെ വരുന്നവർ ഈ പ്രേതങ്ങളായിട്ട് വരുന്നത്. മനുഷ്യൻ്റെ ആത്മാക്കളാണ്. ഒരു കാലത്ത് ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിരുന്നവരാണ് ഇന്ന് ആത്മാക്കൾ. ആ ആത്മാക്കളാണ് മോക്ഷപ്രാപ്തി കിട്ടാതെ വരുമ്പോൾ അത് പ്രേതങ്ങളായി മാറുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന മരണാനന്തര കർമ്മങ്ങൾ അത് കൃത്യമായി നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നുമല്ല, ചുറ്റുപാട് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് പോലും ഇതുപോലുള്ള ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് ആർക്കും അങ്ങോട്ട് അത്ര സുഖിക്കുന്നതല്ല. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്താണ് ഒരു കുടുംബം കലങ്ങിപ്പോയ ഒരു പ്രേതാനുഭവ കഥ. അതുപോലെ ഒരുപാട് ചിരിക്കാനും കരയാനും ചിന്തിപ്പിക്കാനും അത്ഭുതപ്പെടാനും ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ ഇരിക്കാനുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് പ്രേത അനുഭവങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. ഇനിയും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ കുറേ ഓർമ്മിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ളതാണ്. കാര്യം ഓർമ്മിച്ച് എഴുതി വെക്കാൻ കാര്യം ഒരു അനുഭവങ്ങൾ അപ്പോൾ ഒരു അനുഭവം പറയാൻ തുടങ്ങിയാൽ അതിന് സമാനമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പലരും അവരുടെ ആ സംഭവങ്ങളെ പുറത്ത് പറയാൻ അറിയിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്കതൊരു വിഷമമാണ്. അതുകൊണ്ട് എന്നോട് പറയാറുണ്ട്, ഇത് അവതരിപ്പിക്കല്ലേ സാറേ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളും അതായത് ആ സമാനമായിട്ടുള്ള മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങൾ അവതരിപ്പിക്കാൻ പറ്റില്ല. അവർ വിചാരിക്കും അവരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഇത് അവതരിപ്പിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ്. എങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രേതാനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും ഞാൻ അവതരിപ്പിക്കാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുപരമായിട്ടോ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് കണക്കുള്ള പ്രേതബാധ ദോഷങ്ങളുണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായി ഞാനത് മാറ്റിത്തരികയും ചെയ്യാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.